ബ്രഹ്മാനന്ദം പരമസുതം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദ്യക്ഷമ്യകം നിത്യം വിമലവതലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. നമഃ ശിവായ. ശനിയാഴ്ച ദിവസം സ്വയംഭൂ മഹാദേവക്ഷേത്രമായ തലപ്പുഞ്ച മഹാദേവക്ഷേത്രം. കിഴക്കോട്ട് ദർശനമായിക്കൊണ്ട് പാർവതീദേവിയെ മടിയിലിരുത്തിക്കൊണ്ട് പരിവാരങ്ങളോടുകൂടി ഗണപതി, ശാസ്താവ്, മുരുകൻ, ഭദ്രകാളി മുതലായ സങ്കല്പത്തോടുകൂടി ഒറ്റ ബിംബം, ഒറ്റ സ്വയംഭൂബിംബത്തിലേക്ക് പാർവതീദേവിക്കും പ്രാണാഹുതി കഴിക്കുന്നതായ ലോകത്തിലെ ഒരേ ഒരു ക്ഷേത്രം ശതാദത്രായ ഇത് ക്ഷേത്രം. ഇരുതര വരുന്നവർക്ക് തുരുതര ഫലങ്ങൾ നൽകുന്നതായ മഹാദേവൻ പാർവതി സമേതനായിട്ടിരിക്കുമ്പോൾ ശനിയാഴ്ച ദിവസം തടസ്സങ്ങൾ മാറാനായിക്കൊണ്ട് വിദ്യാസ്വരൂപമായിരിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാകാനും വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനും ഒക്കെ ആയിക്കൊണ്ട് സ്നേഹത്തിൻ്റെ പ്രതീകമായിക്കൊണ്ട് അവിടെ നന്ദികേശ്വരന് നെയ്വിളക്ക് കത്തിച്ച് നന്ദികേശ്വരൻ്റെ ചെവിയിൽ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞ് സമർപ്പിച്ച് കഴിയുമ്പോൾ അത് നന്ദികേശ്വരൻ മഹാദേവനിലേക്ക് എത്തിക്കും. അങ്ങനെ ഉജ്ജ്വല മുഹൂർത്തത്തോടുകൂടി ശനിദോഷങ്ങൾ അകറ്റാനായിക്കൊണ്ട് ശനിയാഴ്ച ദിവസം രാവിലെ 9 മണിക്ക് ശേഷം നാളികേരം 9 മണിക്കാണ് അവിടുത്തെ നൈവേദ്യ സമയം. 9 മണിക്ക് നൈവേദ്യ സമയത്തിന് ശേഷം അവിടെ നാളികേരം മുട്ടി ഫലം പറയുന്നു. എങ്ങനെയാണോ സോപാനത്തിൽ നാളികേരം വെച്ചിട്ട് അവിടെ അവർക്ക് ഇഷ്ടമുള്ള സ്ഥാനത്ത് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രാർത്ഥന അനുസരിച്ച് മഹാദേവൻ തോന്നിക്കുന്ന രീതിയിൽ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായ ലോകത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണ് തലപ്പുഴ മഹാദേവ ക്ഷേത്രം. അപ്പോൾ ശനിയാഴ്ച ദിവസത്തിന് പ്രത്യേകതകൾ ഒരുപാടുണ്ട്. എരുതര വരുന്നവർക്ക് തുരുതര എന്നുള്ള ശബരിമല ശാസ്താവ്. നമുക്കറിയാം ശാസ്താവ് എന്നതിൻ്റെ അർത്ഥം ശാസിക്കുന്നവൻ എന്നർത്ഥം. അധർമ്മങ്ങളെ ശാസിക്കുന്നവൻ. നമ്മുടെയൊക്കെ ഉള്ളിലുള്ളതായ മഹിഷാസുരമർദ്ദിനി, നമ്മുടെയൊക്കെ ഉള്ളിൽ തന്നെ മഹിഷത്തിൻ്റെ സ്വരൂപമായിരിക്കുന്നതായ ഒരു ദുഷ്ടശക്തിയെ തകർക്കാനായിക്കൊണ്ടത് അവിടെ ശബരിമലയിൽ ബാലസ്വരൂപത്തിൽ അവതരിച്ചതിന് ശേഷം പന്തള രാജാവ് വേട്ടയാടി പന്തള രാജാവ് എടുത്തു വളർത്തിയതിന് ശേഷം പിന്നീട് അവിടെ തൻ്റെ നിയോഗമായ മഹിഷീനുഗ്രഹത്തിന് ശേഷം ശരംകുത്തിയിൽ വന്ന ശരംകുത്തി ശരത് അവിടെ തറച്ച് പിന്നീട് അവിടുന്ന് ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് അമ്പ ചെയ്ത് 18-ാം പടി ഇവിടെ അന്ന് 18-ാം പടിയൊന്നുമില്ല, ആ സ്ഥാനത്ത് താഴെ പതിച്ച് 18 പടികൾ ഉയർന്നുകൊണ്ട് തത്വം അസി അത് ഞാനാകുന്നു, നീയാകുന്നു, തത്വം അസി അത് നീയാകുന്നു, ആരാകുന്നു, ഞാനും ശബരിമല ശാസ്താവും ഒന്നായിത്തീരുന്നു. കെട്ടി നിറച്ചുകൊണ്ട് ശബരിമലയിൽ നമ്മൾ എത്തിച്ചേരുന്നതിനാൽ അവിടെ നെയ്യഭിഷേകത്തിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്തായി, പിന്നീടുണ്ടാകുന്ന ശരീരം ആകുന്നതായ ശരീരബോധമാകുന്നതായ ശരീരമാകുന്ന നാളികേരം അവിടെ അടിയിൽ സമർപ്പിച്ച് കഴിയുമ്പോൾ എന്തായി, അവിടെ അഗ്നിപ്രാകാരത്തോടുകൂടി ശരീരം ദഹിച്ചു എന്നുള്ള സങ്കല്പത്തിൽ തൊഴുത് നമസ്കരിക്കുമ്പോൾ അവിടെ തത്വം അസി ഞാനും ശബരിമല ശാസ്താവും, അല്ലെങ്കിൽ ആര് ശബരിമലയ്ക്ക് പോയാലും അവരും ശാസ്താവായിട്ട് തീർന്നു. അപ്പോൾ ലോകത്തിലുള്ളതായ കംപ്ലീറ്റ് അംശങ്ങളും പരിപൂർണമായി 16-ൽ ഒരംശം മാത്രം സ്വീകരിച്ചുകൊണ്ട് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് അത് ശക്തിയായിട്ട് പുറപ്പെടുമ്പോൾ ആ ശക്തി മുഴുവൻ ലോക നന്മയ്ക്കായിട്ട് ചെയ്യുമ്പോൾ അതാണ് ഉപാസനയുടെ പ്രത്യേകത. ഉപാസനയുടെ പ്രത്യേകത അത് തന്നെയാണ്. അങ്ങനെ നിരന്തരമായ ഉപാസനയിലൂടെ നമ്മളുടെ ബുദ്ധിയിൽ തെളിഞ്ഞു വരുന്നതായ ഒരു സഗുണ ചിത്രം. നീ ഇതിനപ്പുറമായിട്ട് നീകവാര സുഖത്തിന് വീതാപസ്യത്തിനുമ തസ്യാം ശിഖായ മധ്യേ പരമാത്മാവസ്വത സഹരിസ്വസേന്ദ്ര സ്വാക്ഷര പരമസ്വരാണ്. സഗുണ ഉപാസനയിൽ നിന്നും ഉയർന്നു കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഒറ്റ ചൈതന്യമുള്ളൂ. നീവാരാസുഖത്തിന് ഭീതാഭ്യാസത്തിനുമാ തസ്യാം ശിഖായ മധ്യേ പരമാത്മാവസ്വത. ആ പരമാത്മാവാണ് യഥാർത്ഥ സത്യം. ആ സത്യത്തെ ഏത് രീതിയിൽ സ്നേഹിച്ചാലും ഏത് രീതിയിൽ മുന്നോട്ട് പോയാലും അത് യോഗമാർഗമായാലും കർമ്മമാർഗമായാലും അല്ലെങ്കിൽ ജ്ഞാനമാർഗമായാലും ബ്രാഹ്മണരെ സംബന്ധിച്ചോളം പ്രധാനം സംശയമൊന്നുമില്ല, കർമ്മമാർഗമാണ് പ്രധാനം. രാവിലെ എഴുന്നേൽക്കുക, കുളിക്കുക, സന്ധ്യാവന്തനം കഴിക്കുക, 108 ഗായത്രി കഴിക്കുക, വട്ടം ചെയ്യുക, അതിനുശേഷം നാരായണ നമഃശിവായ മന്ത്രങ്ങളെ കൊണ്ടൊക്കെ അഭിവാദ്യം ചെയ്ത് ഭൂമിയിൽ തൊട്ട് സമുദ്രവസന ദേവിയെ പർവ്വതസ്ഥന മണ്ഡല വിഷ്ണുപത്നി നമസ്തഭ്യം പാദസ്പർശം സമസ്മയെ എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കരിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം പിന്നീട് അത് ബ്രഹ്മപ്രകാരമായി തീർന്നു, ബ്രഹ്മം ആയിത്തീർന്നു ബ്രാഹ്മണൻ എന്നർത്ഥം. അപ്പം പുംസവന സീമാന്താദികളെ കൊണ്ട് പിന്നീട് 4 ദിവസത്തെ വിവാഹങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ഇനി ഒരു ചടങ്ങ് ചുരുക്കിയാൽ പോലും ഒരു ദിവസത്തെ വിവാഹങ്ങളെ കാച്ചിക്കിട്ടിയതായ അഗ്നിയിൽ നിന്നും പറന്നു നടക്കുന്ന പുംസവന സീമന്താദികൾ കൊണ്ട് ഗർഭാവസ്ഥയിലെത്തിക്കൊണ്ട് ഓരോ മാസത്തും കൊടുക്കേണ്ടതായ ജപിച്ച് കൊടുക്കുന്നതായ മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങൾ അനുസരിച്ച് ജപിച്ച്
9 10 വ്യത്യാസമില്ല എന്ന് പറയും. 9ാമത്തെ മാസവും 10ാമത്തെ മാസവും വിഷ്ണു സഹസ്രനാമം വെണ്ണ ജപിച്ച് കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളതായ ആണായാലും പെണ്ണായാലും എന്തായിത്തീർന്നു? അത് ചൈതന്യവത്തായിത്തീർന്നു. പിന്നീട് വിപരീതാംഗതം ഗതിങ്കത പിന്നീട് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ എന്തായിത്തീരുന്നു? അത് ബ്രാഹ്മണ കുമാരനായിത്തീരുന്നു. പിന്നീടാണ് പിന്നീട് ഓരോ 7ാമത്തെ വയസ്സോടുകൂടി തന്നെ അവിടെ ചൗലാദി കർമ്മങ്ങൾ തലയൊക്കെ മുറിച്ച് അത് കുടുംബ 8ാം ഭാഗത്തിനായി ചൗലാദി കർമ്മങ്ങൾ വീണ്ടും കുളിച്ചു വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഉപനയനം. നയനം എന്ന് പറഞ്ഞാൽ കണ്ണ എന്നർത്ഥം. ഉപ എന്ന് വെച്ചാൽ ഉപസമീപേ എന്നർത്ഥമുണ്ട്. ഒരർത്ഥം ഉപസമീപേ, സമീപത്തിലുള്ള ഉൾക്കണ്ണ് തുറക്കണമെങ്കിൽ ഉപനയനം കഴിയണം. അങ്ങനെ ഉപസമീപേ ആയിക്കൊണ്ട് ഉപനയനം കഴിച്ചതായ ഒരു ബ്രാഹ്മണകുമാരൻ 1 വർഷം, അല്ലെങ്കിൽ ഇപ്പോൾ 1 ദിവസമൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ 3 വർഷമായിരുന്നു ഉപനയനിച്ച് അവിടെ കൃഷ്ണാജിനവും ധരിച്ചുകൊണ്ട് ഓരോ ദിവസവും ചമത ഇട്ടുകൊണ്ട് ഭൂസ്വാദർശബ്ദവീര്യം ഭർഗോദേവസ്ഥിതിയും ഈ ധിയോ യോന പ്രചോദയാൽ എന്നുള്ളതിന് മുതലായ ശക്തമായ മന്ത്രങ്ങളെ കൊണ്ട് അവിടെ ഹോമിച്ച് കഴിയുമ്പോൾ പിന്നെ ശംനോ ദേവീരവിഷ്ടയ ആപോഭവിൻ്റെ വിതയെ ശംയോരശ്രമിന്ദുന എന്നുള്ള കരിപ്രസാദം അത് നല്ലോണം തിരുമി തൊട്ട് സരസ്വതി എന്ന് തലയിലും മേധാവി എന്ന് നെറ്റിയിലും തേജസ്വി വർച്ചസ്വി ബ്രഹ്മവർച്ചസ്വി ആയുഷ്മാൻ ഭൂജാസം എന്നിങ്ങനെ മോതിരവിരലുകൾ കൊണ്ട് തൊട്ട് കഴിയുമ്പോൾ അവിടെ എന്തായിത്തീർന്നു? അത് ബ്രഹ്മകുമാരനായിത്തീർന്നു, അല്ലെങ്കിൽ ബ്രാഹ്മണനായിത്തീർന്നു. അതാണ് ബ്രാഹ്മണൻ്റെ പ്രത്യേകത. ഈ കർമ്മങ്ങൾ ആരനുഷ്ഠിച്ചാലും അതിന് ജാതി മതവർഗ രാഷ്ട്രീയ ഭേദമന്യേ ആര് ഈ രീതിയിൽ ജീവിച്ചു വന്നിട്ടുണ്ടെങ്കിൽ പുംസവന സീമാന്താദികളെ കൊണ്ട് ഉപനയനാദികളെ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹവും ബ്രാഹ്മണനാണ്, സംശയമൊന്നുമില്ല. അതും ഏത് ഇതിൽ ജനിച്ചായാൽ പോലും ഭാഗവതാദി പുരാണങ്ങളെ ശ്രീശുബ്രഹ്മർഷി, ശ്രീശുബ്രഹ്മർഷിയുടെ അച്ഛൻ നമുക്കറിയാം വ്യാസഭഗവാൻ. വ്യാസഭഗവാൻ യഥാർത്ഥത്തിൽ മുക്കുവനായിരുന്നു. ഒരു മുക്കുവസ്ത്രീയുടെ സാമീപ്യം കൊണ്ട് ഉണ്ടാവുന്നത് മുക്കുവനാവാൻ പാടില്ലേ? അപ്പോൾ പരാശര മഹർഷി മുക്കുവസ്ത്രീയായ ഒരു സ്ത്രീയുടെ സാമീപ്യം കൊണ്ട് ശ്രീശുബ്രഹ്മർഷി ഉണ്ടായിരുന്നു. ആ ബ്രഹ്മസ്വരൂപമായിട്ട് ഭാഗവതയിലെ ശ്രീശുബ്രഹ്മർഷി. ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണ ജയന്തിക്ക് ജനിച്ചു, നോർത്ത് ഇന്ത്യയിലേക്ക് ജനിച്ചു. നമുക്ക് ജനിക്കാൻ പോകുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ യാദവനായിരുന്നു. അപ്പോൾ നമുക്കറിയാം ജാതി മത വർഗ രാഷ്ട്രീയ ഭേദമില്ല, ജീവിത രീതികളെ കൊണ്ട് ആണ് മുന്നോട്ട് പോകേണ്ടത്. ചാതുർവർണ്ണ്യം മയാസൃഷ്ടം ഗുണ കർമ്മ വിഭാഗശ. ഗീതയിൽ പറഞ്ഞു ചാതുർവർണ്ണ്യം മയാസൃഷ്ടം ഗുണ കർമ്മ വികാസ. ബ്രാഹ്മണനായിട്ട് ജീവിച്ചാൽ ബ്രാഹ്മണനായിട്ട് തരും, ശൂദ്രൻ ബ്രാഹ്മണനായിട്ട് ജീവിച്ചാൽ ബ്രാഹ്മണനായിട്ട് തരും, ബ്രാഹ്മണൻ ശൂദ്രനായിട്ട് ജീവിച്ചാൽ ശൂദ്രനായിട്ട് തരും. അതുപോലെ ക്ഷത്രിയൻ ബ്രാഹ്മണനായിട്ട് ജീവിച്ചാൽ ബ്രാഹ്മണനായിട്ട് തരും, ബ്രാഹ്മണൻ ക്ഷത്രിയനായിട്ട് ജീവിച്ചാൽ എന്തായിത്തരും? ക്ഷത്രിയനായിട്ട് തരും. അതാണ് മഹർഷീശ്വരനായ പരശുരാമൻ പോലും നിക്ഷത്രാം അകരോൻ മഹിം. അവിടെ ക്ഷത്രാന്തായ മനോധനെ അവിടെ ദുഷ്ടന്മാരായ ഭാരതത്തിലെ അധർമ്മികളായവരെ തൻ്റെ മഴുകൊണ്ട് അരിഞ്ഞു തള്ളി. കാരണം മഹർഷിയായിരുന്നിട്ട് പോലും, ബ്രഹ്മചാരിയായിരുന്നിട്ട് പോലും ജീവിത രീതി ക്ഷത്രിയൻ്റെ രീതിയിലേക്ക് വന്നപ്പോൾ അത് അധർമ്മത്തെ നശിപ്പിക്കാനായിക്കൊണ്ട് അദ്ദേഹം. അപ്പോൾ കൃഷ്ണസ്വരൂപത്തിലേക്ക് എത്തിച്ചേരുന്നതായ എല്ലാ അവതാരങ്ങളും കൃഷ്ണനിൽ എത്തിച്ചേരുന്നു. ഓടക്കുഴലില്ലാത്ത, മയിൽപ്പീലി ഇല്ലാത്ത, വനമാല ഇല്ലാത്ത, അലങ്കാരങ്ങൾ ഇല്ലാത്ത, കറുപ്പൻ അല്ലാത്ത, കൃഷ്ണൻ കരുത്തല്ലേ കാമൻ കരുത്തല്ലേ ഞാൻ തന്നെയായ കൃഷ്ണൻ എല്ലാവർക്കും നല്ലൊരു അഷ്ടമി രോഹിണി നാൾ നേർന്നുകൊള്ളുന്നു. അങ്ങനെ അഷ്ടമി രോഹിണി അവിടെ ശിവനെന്നോ മഹാദേവ് എന്നും വ്യത്യാസമില്ല. ഹരിഹരി ബാബാനി ദേവിയായാലും എന്തായാലും ഏത് ക്ഷേത്രത്തിൽ തൊഴുതാലും എന്തായാലും അവിടെ കൃഷ്ണസ്വരൂപത്തിൽ എല്ലാവരും പ്രത്യക്ഷപ്പെടട്ടെ. കൃഷ്ണസ്വരൂപത്തിൽ കൃഷ്ണമന്ത്രം ജപിച്ചു വെച്ചാൽ ഒരു കുഴപ്പമില്ല. ശിവൻ്റെ അമ്പലത്തിൽ കൃഷ്ണമന്ത്രം ജപിച്ച ഏത് ക്ഷേത്രത്തിൽ പോയാലും ഇനിയുള്ള ദിവസങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാനെ ഓർക്കുക. ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയായിട്ട് ദേവിയായാലും ശിവനായാലും ആരായാലും മുരുകനായാലും ആരായാലും കൃഷ്ണ ഭഗവാൻ തന്നെയായിട്ട് അനുഗ്രഹം നൽകും. എല്ലാം ചെന്നെത്തുന്നത് കൃഷ്ണനാഥ് നകാരസ്യ ആകർഷിക്കപ്പെടുന്നതായ ഒറ്റ ചൈതന്യത്തിലേക്കാണ്. അതാണ് കൃഷ്ണ ശബ്ദത്തിന് തന്നെ പ്രത്യേകത. എല്ലാവരെയും ആകർഷിക്കപ്പെടുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ എല്ലാവരെയും നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ലോകം മുഴുവൻ 14 ലോകം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പുറമെ കാണുന്നതായ മിഥ്യാപ്രപഞ്ചത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ പ്രപഞ്ചം ഇല്ലാത്തതായ പ്രപഞ്ച സങ്കല്പം പോലും നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഭഗവാനും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഭൂമി ഭഗവാന്റെ ഉള്ളിൽ തന്നെയാണ്, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് തെളിയേണ്ടത്. ഉള്ളിൽ തന്നെയാണ് ഈശ്വരനും, പുറമേ അല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്
നമുക്കറിയാം ശൈലി ദാരുമയി ലേഖി ലേപ്യ ലേഖ്യ സൈകര്യ മനോമയി മണിമയി പ്രതിമ അഷ്ടവിധ സ്മൃത. അങ്ങനെ വേണ്ടത് മനോമയി മണിമയി പ്രതിമ മനോമയി ആയിട്ടുള്ള മനോമയായിക്കൊണ്ട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ മനസ്സെന്നാവണം ബുദ്ധിയിൽ നമ്മുടെ ബുദ്ധിയിലൊക്കെ കൃഷ്ണ ഭഗവാൻ തെളിയുന്നു. ഇപ്പോഴും കൃഷ്ണ ഭഗവാൻ കളിയാടുന്നു. പിന്നീട് മണിമയി ഏറ്റവും വലിയ വിലപിടിപ്പുള്ള രത്നങ്ങളിലും ഭഗവാനെ കാണാൻ സാധിക്കട്ടെ.